ready with me. പോയി കുളിച്ചിട്ട് വരാവേ. ഗൈസ്, ഞങ്ങൾ കുളിച്ചിട്ട് വന്നേ. ഞങ്ങൾ ഡ്രസ്സാണ് കേട്ടോ ഗൈസ്. ഏതാണ്ട് അമ്മയുടെ ചുമപ്പാണ്, മെറൂൺ കളർ. എൻ്റെയും ആ കളറ് പാവാടയും കറുത്തുടുപ്പും കറുത്തത്. നിങ്ങൾക്ക് ചിലപ്പോൾ പച്ചയായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷെ കറുപ്പാണ് കേട്ടോ, പച്ച കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബോഡിയിൽ സ്മൂത്ത് ആക്കാം കേട്ടോ. ബോഡി ഇതാണ് കഴിക്കുന്നത്. ഇതിൻ്റെ എന്തുകൊണ്ട് അമ്മ? കുങ്കുമ ബട്ടർ, കൊക്കോ ബട്ടർ. എനിക്ക് കൂടെ കഴിച്ചു. ആ, ബോഡിയിൽ ഫുള്ള് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനും അമ്മ ഇടുന്നത് സോഫ്റ്റ് ടച്ച് ആണ്. നമ്മുടെ മുഖമൊക്കെ ഒന്ന് സോഫ്റ്റ് പോയിൻറ്റ്സ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു ഇത് തുറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആദ്യമേ അമ്മ എനിക്ക് തന്നെ തേക്കാൻ പോകുന്നു. എനിക്കിങ്ങനെ ഇതിൽ നോക്കിയതിന് ചെയ്യാൻ ഒരു പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കണ്ണാടി നോക്കുന്നത്. അപ്പോൾ ഞാൻ അത് തേച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് ഞങ്ങൾ തേക്കാൻ പോകുന്നത് ഫെയർ ആൻഡ് ലവ്ലി ആണ്. അമ്മ ഫെയർ ആൻഡ് ലവ്ലി ഉണ്ട് ഇത് തേക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങളിപ്പോൾ എവിടെ ഗെറ്റടി ചെയ്ത് പോകുന്നതെന്ന്. എൻ്റെ മാമയുടെ അമ്മ പുതിയ വീട് വെച്ചിട്ടോ പാലുകാച്ചിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി ഇട്ട് കഴിഞ്ഞു. അടുത്ത നമ്മൾ പൗഡറാണ് കേട്ടോ. ഈ 2 ക്രീമേ നമുക്കുള്ളൂ. നമുക്കിനി ഈ ഒരു പൗഡർ ഇടാവേ. പൗഡർ കുറച്ചേ ഇടുന്നുള്ളൂ, ഇത്രയും 2 ക്രീം ഇട്ടല്ലേ. അതുകൊണ്ട് എൻ്റെ കൂടെ ഒന്നും പൗഡർ ഇടണ്ടായിരുന്നു, പിന്നെ നമ്മളൊരു ഗ്ലോയ്ക്ക് ഇട്ടാണ് കേട്ടോ. അടുത്തത് നമുക്ക് കരി എഴുതാം കേട്ടോ. കരി എഴുതാവേ. ഒരെണ്ണം തീർന്നതാണ് കേട്ടോ പകുതിക്ക് വെച്ച്. അത് ഞാനാണെങ്കിലുണ്ടല്ലോ ചുമ്മാ നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ചുമ്മാ ഞാൻ ഇങ്ങനെ ഇട്ട് വരയ്ക്കും കേട്ടോ. ഇതിപ്പോൾ കരിയാണ്, നമുക്ക് കരി എഴുതാവേ. ക്യാമറ നോക്കി കണ്ണെഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാനും അമ്മയും മിററിൽ നോക്കുന്നത്. അമ്മയാണ് എനിക്ക് എഴുത്തിരുന്നത്. നമുക്ക് ലാസ്റ്റ് സ്പ്രേ അടിക്കാവേ. നമുക്കിനി ഐലൈനർ എഴുതാവേ. അമ്മ എനിക്ക് ഐലൈനർ എഴുതാം. ആദ്യം പൊട്ടിടുവാണ് കേട്ടോ. എൻ്റെ പൊട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ഇരുട്ട്. ഞങ്ങൾ 2 ഇരുട്ടാണ് അല്ലേ അമ്മ? ഞങ്ങൾ 2 ഒരു സെയിം ടു പൊട്ടാണേ. നോക്കുന്നത് അപ്പം അതാ ഞാൻ ഐലൈനർ എഴുതി കഴിഞ്ഞേ. അമ്മ പറ്റുമോ നോക്കിയേ, പറ്റുമെന്ന്. ഇത് കുഴപ്പമില്ല, ചെറുതായിട്ടേ പറ്റിയിട്ടുള്ളൂ. വാട്ടർ പ്രൂഫാണ്, അതുകൊണ്ട് പറ്റിയാൽ പെട്ടെന്ന് തുടച്ചു. നമുക്ക് അടുത്തതായിട്ട് LIP കളർ ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് കൂടെ ഇടാവേ. LIP കളറാണ്. ലിപ് കളർ
ഇപ്പൊ കളറാണ് കുട്ടിക്ക് തെറ്റി ഗൈസ്. ആ അത് ഞാൻ ഈ അടിക്കുന്നതെന്ന് വെച്ചാലേ ഞാനിട്ട് എൻ്റെ പല്ല മൊത്തം ആവും കേട്ടോ. അമ്മ ഇട്ട ആവുമെന്ന് ഞാൻ നോക്കുവാണേ. ആ ശരിക്കും ചെറിയ മതി. അടുത്തത് ഞാൻ ഈ ഒരു കമ്മലാണ് കേട്ടോ ഇടുന്നത്. അമ്മ ഈ ഒരു കമ്മലും. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് കണ്ട ഡയമണ്ടിൻ്റെ ഒക്കെ ഒരു ഇതായിട്ടുള്ള. പക്ഷെ ഇതിൻ്റെ ആണി ഊരി പോട്ടോ. കളർ കൂടിപ്പോയി. ഇല്ല ഇല്ല ഇല്ല. അപ്പം ഞാനും അമ്മയും ലിഫ്റ്റ് കിട്ടു. അതിന് ശേഷം നമുക്ക് കാതിൽ കമ്മലിടാം കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ അമ്മയുടെ കാതിലെ കമ്മൽ അങ്ങ് ഊരി കൊടുക്കുവാണേ. അമ്മ എന്നാ അതുകൊണ്ട് ആണി ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്മ ഇനി മുടിയുടെ അലങ്കാരമാണ്. എനിക്കും അത് തന്നെ. ഞാനിനി എങ്ങനെ ഹെയർ സ്റ്റൈലിൽ കെട്ടുമെന്ന് വെച്ചിരിക്കാം കേട്ടോ. അപ്പം ഞാൻ സ്റ്റൈലൊന്നും അങ്ങനെ കെട്ടുന്നില്ല കേട്ടോ. കാരണം എനിക്ക് സ്റ്റൈൽ എന്തുവാണെന്ന് അറിഞ്ഞില്ല. അമ്മ എന്നത്തെയും കൂട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞ പോലെ ഞങ്ങൾ നേരെ പുത്തൂരോട്ടാണ് പോകുന്നത്. ചേട്ടനെ വിളിക്കാൻ പോകണം കേട്ടോ. അല്ലേ അമ്മേ? എന്തിനു പോയിക്കോ ചേട്ടൻ പുത്തൂര്? ട്യൂഷന് പോയാ കേട്ടോ. എന്നും ബസ്സിനാണ് പോകുന്നത്. ഇന്നിപ്പോൾ ആലോചിച്ചുണ്ട്. ഗൈസ് ഈ ഒരു കമ്മൽ ചേരുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. മറ്റേതായിരുന്നു ചേരുന്നത്. പക്ഷേ ഞാനിപ്പോൾ അതിനുശേഷം ഞാനും മുടി വെച്ച് കെട്ടാൻ പോവാണ്. എനിക്ക് മുടി ചെയ്തു കാണിച്ചു. ഗൈസ് അമ്മ സെയിം ടു ആണ്. ബ്ലാക്ക് ലിപ്പ്. മുടി പിന്നെ ചെറുക്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. മുടിയുടെ ചെടക്കൊന്ന് കാണാം. ഞാനും ഒന്ന് ചെടക്കളയട്ടെ. ഞാനും അമ്മയും ചെടക്കാളെ ഞാൻ മുടിയിലെ. ഇനി ഞാൻ ബോ വെക്കട്ടെ. ഞാൻ ഈ പിങ്ക് കളറിലെ ബോയാണ് എടുക്കുന്നത്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ എൻ്റെ മുടി കഴിഞ്ഞു. അമ്മയുടെ മുടി കഴിഞ്ഞോ? ആ പിന്നെ അമ്മയുടെ കമ്മൽ ഇതാണ് കേട്ടോ. ചെറുതായിട്ട് തിളങ്ങുന്നതാണ് കേട്ടോ. ഉടുപ്പ് ചെറുതായിട്ട് തിളങ്ങുന്നുണ്ട്. അമ്മ ഇന്നത് മൊത്തം തിളക്കത്താണ്. ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല. എൻ്റെ മാല ഞാൻ മാല ഇട്ടില്ല. മാല ഞാൻ ഈ ഒരു ഇതാണ് ഇടുന്നത്. നമുക്ക് കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അമ്മ ഈ മാല ഇട്ടാ പോലെ കിട്ടുമോ? ഈ വള ഇടണോ അമ്മ? ഇട്ടാ മതിയോ? ചിക്കു റബ്ബറാ. അപ്പോൾ ഗൈസ് നമ്മൾ വളം മാത്രം എന്തിനാ ഇങ്ങനെ പന്നലാക്കി ഇടുന്നതെന്നാണ് ഞാൻ ഈ മനസ്സിൽ കരുതുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗൈസ് 9:39 വേഗം ഇറങ്ങണം കേട്ടോ.
ഞാനും അമ്മയും വാച്ച് സെയിം ഇത് അടിയിലായിപ്പോയേ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ വിശേഷം കാണാം. ബൈ. അവിടുത്തെ വീഡിയോ ബ്ലോഗ് ഞാൻ ഇടുന്നതായിരിക്കും.